എവരിവൺ, ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ 14ാമത്തെ ക്ലാസ്സാണ് നമ്മൾക്ക് ഇന്ന് നടക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും അങ്ങനെ ഒരുപാട് മാർക്കറ്റ് സിറ്റുവേഷനുകളുടെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഒലിഗോപ്പൊളി എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഒലിഗോപ്പൊളി, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്താണ് ഒലിഗോപ്പൊളി? ഒലിഗോപ്പൊളി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് there are only few sellers producing homogeneous or differentiated products. ഒലിഗോപ്പൊളി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്. അവിടെ only few sellers, കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ കയ്യിൽ എന്താ ഉണ്ടാവുക? few sellers producing homogeneous product or differentiated product. ചിലത് ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആയിരിക്കാം. അത് നമ്മൾക്ക് എക്സാമ്പിളായിട്ട് എന്ത് പറയാം? ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണെങ്കിൽ സിമെൻറ്റ്, സ്റ്റീൽ, അലുമിനിയം എന്നുള്ള ആ ഒരു ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയിരിക്കാം. ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള സിഗരറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് ആയിരിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് a competition among the few because only few big firms will producing and competing in the market. ഇത് ഒരു കോമ്പറ്റീഷൻ, ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ കോമ്പറ്റീഷൻ ഫ്യൂ ഫേംസ് തമ്മിലായിരിക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കുറച്ച് വലിയ ഫേംസ് മാത്രമാണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് സിറ്റുവേഷനിൽ only a few sellers, they producing homogeneous or differentiated products. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഒലിഗോപ്പൊളി എന്തൊക്കെയാണ്? ഒലിഗോപ്പൊളിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒലിഗോപ്പൊളി എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താണ് ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു there is only few sellers. ഫ്യൂ സെല്ലേഴ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അണ്ടർ ഒലിഗോപ്പൊളി ദ നമ്പർ ഓഫ് സെല്ലേഴ്സ് ഈസ് വെരി സ്മോൾ. ദർ ആർ 2 or more ബട്ട് ഫ്യൂ സെല്ലേഴ്സ്. രണ്ടിൽ കൂടുതലുണ്ടായിരിക്കും, പക്ഷേ കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ദേ ഡോമിനേറ്റ് ദ മാർക്കറ്റ് ഫോർ എ പ്രോഡക്റ്റ്. രണ്ടാമതായിട്ട് പറയുന്നത് ഹോമോജീനിയസ് ഓർ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്. ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരുപോലത്തേതാവാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആയിരിക്കാം. ഒരുപോലത്തെ പ്രോഡക്റ്റ്സ് എങ്ങനെയുള്ളതായിരിക്കും? ഹോമോജീനിയസ് ആയിട്ടുള്ള സിമെൻറ്റ്, സ്റ്റീൽ, അലൂമിനിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റുകൾ സിഗരറ്റ്സ്, ഓട്ടോമൊബൈൽസ് എക്സെട്ര. ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് ഫേം മറ്റൊരു ക്യാരക്ടറാണ്. ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് ഫേം. അണ്ടർ ഒലിഗോപ്പൊളി all the sellers depend upon each other. Activities of one seller affect others also. A firm has to take into consideration the action and the reaction of other firms will determine its price and level of output. ഒലിഗോപ്പൊളിയിൽ ഓൾ ദ സെല്ലേഴ്സ്, ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലുള്ള എല്ലാ സെല്ലേഴ്സും അവരവരുടെ കോമ്പറ്റീറ്ററുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലുള്ള എല്ലാ കമ്പനികളും ഡിപ്പെൻഡ് അപ്പോണാണ്. അവരുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിലും അവരുടെ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നതിലും എല്ലാം ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ എല്ലാ ഫേമുകളും ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കോമ്പീറ്റർ അല്ലെങ്കിൽ നമ്മളുടെ എതിരാളി എന്ത് ഡിസിഷനാണ്, അല്ലെങ്കിൽ പ്രൈസിന് വില കുറയ്ക്കുന്നുണ്ടോ, വില കൂട്ടുന്നുണ്ടോ, ഔട്ട്പുട്ട് കൂട്ടുന്നുണ്ടോ, കുറയ്ക്കുന്നുണ്ടോ, ഇതെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. എവിടെ? അണ്ടർ ഒലിഗോപ്പൊളി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ചെസ് പ്ലേയേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒപ്പോണൻ്റ്
അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മളും കളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒലിഗോപ്പൊളി സിറ്റുവേഷനിൽ എപ്പോഴും കോമ്പറ്റീറ്റർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു നമ്മളുടെ ഡിസിഷൻ എടുക്കുന്നതിലും നമ്മുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിലും നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ലെവൽ ഫിക്സ് ചെയ്യുന്നതിലേക്ക് എല്ലാം കോമ്പറ്റീറ്റർ എന്ത് ചെയ്യുന്നു എന്നുള്ള പോയിൻ്റ് വളരെ നിർണായകമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രൈസ് റിജിഡിറ്റി. Price rigidity. Under oligopoly, activities of all firms are interdependent. Due to this reason, the firms do not like to change the price of their product frequently. The result is the market price tend to be rigid and stable. അതായത് ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് റിജിഡ് ആണെന്നാണ് പറയുന്നത്. അതിനുള്ള കാരണമായിട്ട് പറയുന്നത് എല്ലാ ഫേമുകളും ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലുള്ള എല്ലാ ഫേമുകളും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടാണ് ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ പ്രൈസ് റിജിഡിറ്റി ഉണ്ടാകുന്നത്. കാരണം ഇങ്ങനെ ഒരു ഇൻ്റർഡിപ്പെൻഡൻറ്റ് ഫേംസ് ആയതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പെട്ടെന്ന് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ല. കാരണം കോമ്പറ്റീറ്റർ പ്രൈസ് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിനെ അത് ബാധിക്കും. ദ റിസൾട്ട് ഈസ് ദ മാർക്കറ്റ് പ്രൈസ് ടെൻഡ് ടു ബി റിജിഡ്. ഇനി എലമെൻറ്റ് ഓഫ് മൊണോപ്പൊളി. ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ മൊണോപ്പൊളിയുടെ ഒരു എലമെൻ്റ് ഉണ്ട്. ദർ ആർ ഓൺലി ഫ്യൂ ഫോംസ്, ഹെൻസ് ദർ മേ ബി സം മൊണോപ്പൊളി ഇഫ് ദർ ഈസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഓരോ കമ്പനിയും മൊണോപ്പൊളി ആയിട്ട് മാറും. അപ്പോൾ എലമെൻ്റ് ഓഫ് മൊണോപ്പൊളി ഒലിഗോപ്പൊളിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എക്സസീവ് എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റ്. ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ സെയിൽസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രൈസിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ സെയിൽസ്, നമ്മളുടെ ഡിമാൻഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ അഡ്വർടൈസ്മെൻറ്റ്, ഹെവി ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ അഡ്വർടൈസ്മെൻറ്റ് സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിൽ ഒരു മെയിൻ റോള് തന്നെ വഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് അൺസർട്ടൈനിറ്റി ഓഫ് ഡിമാൻഡ് കർവ്. അണ്ടർ ഒലിഗോപ്പൊളി എ ഫേം കനോട്ട് ഫോർകാസ്റ്റ് ഇറ്റ്സ് ഡിമാൻഡ് ഓർ റവന്യൂ കർവ്. ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ ഒരു കാരണവശാലും നമ്മൾക്ക് ഡിമാൻഡ് കർവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ റവന്യൂ കർവിനെ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫോർകാസ്റ്റ് വെദർ കോമ്പറ്റീറ്റർ വിൽ ചേഞ്ച് ദെയർ പോളിസീസ് ഓർ നോട്ട്. അതായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിലുള്ള കമ്പനികൾ അവരുടെ കോമ്പറ്റീറ്ററുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, അവരുടെ പ്ലാൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ സെയിൽസിലും അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിലും ഡിസിഷൻസിലെല്ലാം നമ്മൾ മാറ്റം വരുത്തുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഡിമാൻഡിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒലിഗോപ്പൊളി. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന്? 4 ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് എൻട്രി ഓഫ് ഫേംസ്, ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് എഗ്രിമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. നമ്മൾക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ, നമ്മൾ എന്താണ് ഒലിഗോപ്പൊളി എന്നുള്ള സിറ്റുവേഷൻ എന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. ഫസ്റ്റ് വൺ, പ്യുവർ ഓർ പെർഫെക്റ്റ് ഒലിഗോപ്പൊളി. On the basis of product differentiation, again classified into 2. First one is pure or perfect oligopoly. Pure or perfect oligopoly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when all firms of an industry produce and sell identical or homogeneous product, it is called pure or perfect oligopoly. Pure or perfect oligopoly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ എല്ലാ ഫേമുകളും ഒരേ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അത് തന്നെ വിൽക്കുക എന്നുള്ളതിനെയാണ്
ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഒരേപോലെയുള്ള പ്രോഡക്റ്റ് നിർമ്മിക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് പ്യുവർ ഓർ പെർഫെക്റ്റ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റഡ് ഓർ ഇംപെർഫെക്റ്റ് ഒലിഗോപ്പൊളി. When all the firms of an industry produce and sell differentiated product or class substitute for each other, it is called differentiated. Differentiated or imperfect oligopoly എന്ന് പറയുന്നത് എല്ലാ ഫേമുകളും, ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേമുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നതും വിൽക്കുന്നതും ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് ക്ലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റോ ആണെങ്കിൽ ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഡിഫറൻഷിയേറ്റഡ് ഓർ ഇംപെർഫെക്റ്റഡ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് എൻട്രി ഓഫ് ഫേംസ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻട്രി ഓഫ് ഫേംസ്, ഫേമുകളുടെ, കമ്പനികളുടെ എൻട്രി ബേസിസിലാണെങ്കിൽ ഓപ്പൺ ഒലിഗോപ്പൊളിയുണ്ട്, ക്ലോസ്ഡ് ഒലിഗോപ്പൊളിയുണ്ട്. ഓപ്പൺ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ ഒലിഗോപ്പൊളി ദ ഫേംസ് ആർ ഫ്രീ ടു കം ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് ഗോ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. ഫ്രീ എക്സിറ്റും ഫ്രീ എൻട്രിയും കൊടുക്കുന്നതിനെയാണ് ഓപ്പൺ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, രണ്ടാമത് പഠിച്ചത് ഓൺ ദ ബേസിസ് ഓഫ് എൻട്രി ഓഫ് ഫേംസ്. അതിൽ അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു. ഫസ്റ്റ് വൺ ഓപ്പൺ ഒലിഗോപ്പൊളി. ഓപ്പൺ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിലേക്ക് ഫ്രീ എൻട്രിയും അതേപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഔട്ട് ആവാനുള്ള, പുറത്തേക്ക് പോകാനുള്ള ഉള്ളതിനെയാണ് ഓപ്പൺ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ക്ലോസ്ഡ് ഒലിഗോപ്പൊളി. ദിസ് ഇസ് മാർക്കറ്റ് സിറ്റുവേഷൻ വേർ ന്യൂ ഫേംസ് ആർ നോട്ട് അലൗഡ് ടു എൻട്രി ദ ഇൻഡസ്ട്രി. ക്ലോസ്ഡ് ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു കമ്പനിക്ക് കടന്നു വരാൻ പറ്റാത്ത രൂപത്തിൽ ക്ലോസ്ഡ് ആയിരിക്കുന്ന, എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലോസ്ഡ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ലീഡർഷിപ്പ്, പ്രൈസ് ലീഡർഷിപ്പ്. On the basis of price leadership, again classified into two. First one partial oligopoly and second one is full oligopoly. Partial oligopoly means market situation where the industry is dominated by one big firm known as the leader and the other firm known as the followers of the industry follow the price policy determined by leader. പാർഷ്യൽ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള, കിങ് ആയിട്ടുള്ള ഒരു ബിഗ് ഫേം ഉണ്ടായിരിക്കും. അവരാണ് ലീഡർ. ബാക്കിയുള്ള ഫേമുകൾ എന്താണ്, ഫോളോവേഴ്സാണ്. ആ ഒരു ലീഡറായിരിക്കും പ്രൈസ് പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതിനെയാണ് പാർഷ്യൽ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. അതായത് പാർഷ്യൽ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞിട്ടുള്ള ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഗ് ഫേം ഉണ്ടായിരിക്കും. ആ ഒരു ഫ്യൂ സെല്ലേഴ്സിൽ ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള ബിഗ് ഫേം ഉണ്ടായിരിക്കും. ആ ബിഗ് ഫേമിനെ പറയുന്നതാണ് എന്തെന്ന്, ലീഡർ. ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലെ ലീഡർ. അതർ ഫേംസ് എന്തായിരിക്കും, ഫോളോവേഴ്സ് ആയിരിക്കും. ബാക്കിയുള്ള ഫ്യൂ സെല്ലേഴ്സിൽ ബാക്കിയുള്ള ഫേംസ് എന്തായിരിക്കും, ഫോളോവേഴ്സ് ആയിരിക്കും. ആ ഒരു ഇൻഡസ്ട്രിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ലീഡറായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിലെയാണ് പാർഷ്യൽ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. ഫുൾ ഒലിഗോപ്പൊളി. Full oligopoly refers to the market situation where there is no leader, no followers. Here price leadership is absent. ഇവിടെ ഫുൾ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത് അവിടെ ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ അവിടെ ഒരു ലീഡറോ ഫോളോവേഴ്സോ ഉണ്ടായില്ല. അവിടെ ഒരു പ്രൈസ് ലീഡർഷിപ്പ് ഉണ്ടായിരിക്കില്ല. കോമ്പറ്റീറ്ററുടെ പ്രൈസിനനുസരിച്ച് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് അഗ്രിമെൻറ്റ്. On the basis of agreement, collusive oligopoly. It is the market situation where the firms belonging to an industry follow a common policy of pricing. In other words, they combine together to avoid competition among themselves regarding the price and output of the industry by means of an agreement.
ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഫേമുകളും കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൈസും ഔട്ട്പുട്ടും ഒരു അഗ്രിമെൻറ്റിൻ്റെ ബേസിൽ ഫിക്സ് ചെയ്യുന്നതിനെയാണ് കൊളൂസീവ് ഒലിഗോപ്പൊളി. ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ടുഗദർ ടു അവോയ്ഡ് കോമ്പറ്റീഷൻ എമംഗ് ദംസെൽവ്സ്. ആ ഇൻഡസ്ട്രിയിലുള്ള ഫേമുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അഗ്രിമെൻറ്റിലൂടെ അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഔട്ട്പുട്ട് ലെവലും ഫിക്സ് ചെയ്യുന്നതിനാണ്, ആ ഒരു സിറ്റുവേഷനിലാണ് കൊളൂസീവ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. നോൺ കൊളൂസീവ് ഒലിഗോപ്പൊളി. Under this market situation, there is no agreement among the firms regarding the price. ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ആ ഒരു എൻറ്റയർ മാർക്കറ്റിൽ ഇങ്ങനൊരു അഗ്രിമെൻറ്റേ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നോൺ കൊളൂസീവ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ഒലിഗോപ്പൊളി. എന്താണ് ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിങ് ആൻഡ് ഔട്ട്? നമ്മൾക്കറിയാം, ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ എ സ്മാൾ നമ്പർ ഓഫ് ഓർഗനൈസേഷൻ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ ഒരു സ്മോൾ പോർഷൻ ഓഫ് ഓർഗനൈസേഷനും തമ്മിൽ മത്സരിക്കുകയാണ് അല്ലേ. കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ദ സെയിൽസ് ഓഫ് ഈച്ച് ഓർഗനൈസേഷൻ അണ്ടർ ഒലിഗോപ്പൊളി ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൈസ് ചാർജ്ഡ് ബൈ അതർ ഓർഗനൈസേഷൻ ഇൻ ദ മാർക്കറ്റ്. ഒലിഗോപ്പൊളി സിറ്റുവേഷനിൽ സെയിൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും അതേപോലെ തന്നെ കോമ്പറ്റീറ്റർ അതേ പ്രോഡക്റ്റിന് എത്ര രൂപ ചാർജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന് അനുസൃതമായിട്ടായിരിക്കും ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ സെയിൽസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇഫ് ഓർഗനൈസേഷൻ റെഡ്യൂസ് ഇറ്റ്സ് പ്രൈസ്, ഒരു ഓർഗനൈസേഷൻ നമ്മളെ കോമ്പറ്റീറ്റർ പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് വുഡ് ഇൻക്രീസ്. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമ്മുടെ കോമ്പറ്റീറ്റർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയും അതേപോലെ തന്നെ അതർ ഹാൻഡ് ദ സെയിൽസ് ഓർഗനൈസേഷൻ ഇൻ ദ മാർക്കറ്റ് വുഡ് ഡിക്രീസ്. ആ ഒരു സെയിൽസ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സെയിൽസ് ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസിനേക്കാളും നമ്മുടെ കോമ്പറ്റീറ്റർ ആ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് കൂടുതലായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും അവരുടെ സെയിൽസ് ഡിക്രീസ് ചെയ്യും. ഇൻ സച്ച് എ സിറ്റുവേഷൻ അതർ ഓർഗനൈസേഷൻ വുഡ് ആൾസോ റിഡ്യൂസ് ദെയർ പ്രൈസസ്. Similarly, one firm raises its price, other firms would not raise their price, hence sales of the firm reduce its price, would decline. ഇതിനെയാണ് ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിങ് ഔട്ട്പുട്ട് ഇൻ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. ദ ഒലിഗോപ്പൊളി റീസൺസ് ഫോർ ഇൻഡിറ്റർമിനേറ്റ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് അണ്ടർ ഒലിഗോപ്പൊളി. എന്തൊക്കെയാണ് ഇങ്ങനെ വരാനുള്ള റീസൺസ്, കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. ഫ്യൂ ഫേംസ്. നമുക്കറിയാം, ഓൾറെഡി സീൻ കുറച്ച് ഫേമുകൾ മാത്രമേ ഉള്ളൂ. ദ ഒലിഗോപ്പൊളി മാർക്കറ്റ് കംപ്രൈസസ് ഓൺലി ഫ്യൂ ഫേംസ്. ഇൻ സച്ച് എ സിറ്റുവേഷൻ ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ ദാറ്റ് ഈച്ച് ഫേംസ് വിൽ വിജിലൻറ്റ് അബൌട്ട് ദ ആക്ഷൻസ് ഓഫ് കുറച്ച് ഫേമുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റീറ്ററെ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലുള്ള എല്ലാ ഫേമുകളും എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലുള്ള എല്ലാ ഫേമുകളും തങ്ങളുടെ കോമ്പറ്റീറ്റർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കും. എനി ചേഞ്ച് ഇൻ പ്രൈസ് ഓർ ക്വാണ്ടിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ഫേം ലൈക്ലി ടു ഇവോക്ക് റിയാക്ഷൻ ഫ്രം അതർ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി. ഏതെങ്കിലും ഒരു ഫേം പ്രൈസിലോ അല്ലെങ്കിൽ അവരുടെ ക്വാണ്ടിറ്റിയിലോ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതേ ആക്ഷൻ എടുക്കാൻ ഇൻഡസ്ട്രിയിലുള്ള മറ്റു ഫേമുകളും റെഡിയാവും. ഇൻ ഷോർട്ട്, ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ ഓഫ് വൺ എഫക്ട്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് അതർ ഇൻ ദ മാർക്കറ്റ്. പ്രൈസും പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഔട്ട്പുട്ടും ആ ഒരു ഡിസിഷൻ, ഒരു ഫേമിൻ്റെ ഒരു ഡിസിഷൻ മറ്റുള്ള ഫേംസിനെ, ആ ഒരു മാർക്കറ്റിലുള്ള മറ്റുള്ള ഫേംസിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡിഫറെൻറ്റ് ബിഹേവിയർ പാറ്റേൺസ്. അണ്ടർ ഒലിഗോപ്പൊളി ദി ബിഹേവിയർ പാറ്റേൺസ് ഡിഫറെൻറ്റ് ഫ്രം ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ. ഒലിഗോപ്പൊളിയിൽ ഒരു ഓർഗനൈസേഷൻ മറ്റൊരു അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഓർഗനൈസേഷൻ്റെയും ബിഹേവിയർ പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓർഗനൈസേഷൻ മേ കോപ്പറേറ്റ്
വിത്ത് ഈച്ച് അതർ ഇൻ സെറ്റിംഗ് ദ പ്രൈസ്. നമ്മൾ നേരത്തെ പഠിച്ചു പ്രൈസും അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഗ്രിമെൻ്റ് എഴുതുന്നവരുണ്ട്, അഗ്രിമെൻ്റ് എഴുതാത്ത മാർക്കറ്റ് സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺസ് ഇതിനൊരു ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണമാണ്. നെക്സ്റ്റ് ഇസ് ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ്. അണ്ടർ ഒലിഗോപ്പൊളി ഡിമാൻഡ് കർവ് ഈസ് നോൺ ആസ് അൺനോൺ ഡ്യൂ ടു ഡിഫറെൻറ്റ് ബിഹേവിയർ പാറ്റേൺസ്. കമ്പനികളുടെ ഡിഫറെൻറ്റ് ബിഹേവിയർ പാറ്റേണുകൾ കൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അൺനോൺ ആണ്. അതായത് നമ്മൾക്ക് ഡിമാൻഡ് കർവിനെ കറക്റ്റായിട്ട് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇത്ര കർവിൽ ആണെന്ന് പറഞ്ഞ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. In this market, every firm keeps an eye on the actions of rivals and make strategies accordingly. ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ എതിരാളികൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസ് ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നോൺ പ്രോഫിറ്റ് മോട്ടീവ്. നോൺ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടും ഓർഗനൈസേഷൻ അഡ്വർടൈസ്മെൻറ്റും അതർ ടോൾസ് എന്ത് ചെയ്യും, ആ ഒരു സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഇതും ഒരു ഇൻഡിറ്റർമിനേറ്റ് പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ഒലിഗോപ്പൊളി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷന് റീസണാണ്, കാരണമാണ് എന്നുള്ളതാണ്. താങ്ക് യു.